കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ വ്യക്തമായ ഭൂരിപക്ഷത്തിലാണ് പാലക്കാട് തച്ചമ്പാറ പഞ്ചായത്തിൽ LDF അധികാരത്തിലെത്തിയത്. 4 വർഷത്തിന് ശേഷം എല്ലാം നേരെ തിരിഞ്ഞു. 9 സീറ്റ് നേടി അധികാരത്തിൽ വന്ന LDF അവസാന വർഷം 6 സീറ്റിലേക്ക് ചുരുങ്ങി. പ്രതിപക്ഷത്തായിരുന്ന UDF 9 സീറ്റുമായി അധികാരത്തിലെത്തി. 9 LDF, 6 UDF, 3 സീറ്റിന്റെ വ്യത്യാസത്തിൽ LDF തച്ചമ്പാറ പഞ്ചായത്ത് 4 വർഷം ഭരിച്ചു. ഇതിനിടെ 4ാം വാർഡ് മെമ്പറും CPI നേതാവുമായ ജോർജ് തച്ചമ്പാറ മെമ്പർ സ്ഥാനം രാജിവെച്ച് BJPയിൽ ചേർന്നു. ആ വാർഡിൽ UDF വിജയിച്ചു. 5ാം വാർഡിലെ CPM മെമ്പർ PC ജോസഫ് മരിച്ചതിനെ തുടർന്ന് നടന്ന ഉപതെരഞ്ഞെടുപ്പിലും UDF വിജയിച്ചു. CPM സ്വതന്ത്രൻ UDFനെ പിന്തുണയ്ക്കുകയും ചെയ്തതോടെ ഈ വർഷം ജനുവരി 10 മുതൽ UDF ആണ് തച്ചമ്പാറ പഞ്ചായത്ത് ഭരിക്കുന്നത്. അവ 2 ബൈ ഇലക്ഷനുകളിലും CPIMന്റെ CPIയുടെയും വാർഡ് മെമ്പർ സ്ഥാനത്തു നിന്ന് മാറി UDF അധികാരത്തിൽ വരികയാണ് ഉണ്ടായത്. പിന്നെ 1ാം വാർഡിലെ മെമ്പർ CPMന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ച് ജയിച്ചാണ്. എങ്കിലും നമ്മൾ പ്രസിഡൻ്റായ സമയത്ത് വോട്ടെടുപ്പ് നമുക്ക് വോട്ട് ചെയ്ത് 9 UDFും 6 LDFുമായിട്ടാണ് ഇപ്പോൾ ഈ ഭരണസമിതി മുന്നോട്ട് പോകുന്നത്. 4 വർഷം ഭരിച്ച പഞ്ചായത്ത് ഇത്തവണ തിരിച്ചു പിടിക്കുമെന്ന് LDF പറയുന്നു. ഇത്തവണ ജനങ്ങൾക്ക് വ്യക്തമായിട്ട് ഇടതുപക്ഷവും വലതുപക്ഷവും തമ്മിലുള്ള വ്യത്യാസം കൃത്യമായി പഠിക്കാൻ ഈ സാഹചര്യം ഉപയോഗപ്പെട്ടിട്ടുണ്ടെന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം 4 വർഷക്കാലം ഗ്രാമപഞ്ചായത്തിൻ്റെ വികസനക്ഷേമ പ്രവർത്തനങ്ങളിലേറെ മുന്നോട്ട് പോകാൻ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. പദ്ധതി നിർവഹണത്തിലൊക്കെ ജില്ലയിൽ തന്നെ തച്ചമ്പാറ ഗ്രാമപഞ്ചായത്ത് 4ാം സ്ഥാനത്തായിരുന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അധികാരത്തിൽ എത്തുന്നവർ തന്നെ അവസാനം വരെ തുടരുമെന്ന് ഒരു ഉറപ്പുമില്ല. 9 സീറ്റുമായി അധികാരത്തിൽ വന്ന LDF 6 സീറ്റുമായി പ്രതിപക്ഷത്ത് പോയതും 6 സീറ്റ് മാത്രം ഉണ്ടായിരുന്ന UDF 9 സീറ്റുമായി അധികാരത്തിൽ വരികയും ചെയ്ത തച്ചമ്പാറ പഞ്ചായത്ത് ഇതിന് മികച്ച ഉദാഹരണമാണ്. സാജിദ് അജ്മൽ, മീഡിയ 1, പാലക്കാട്.